ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാരലൽ ടു ദി ലൈൻ 3x minus 4y plus 2 equal to 0 ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് -2,3. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ പാസ് ചെയ്യുന്നുണ്ടല്ലേ, എവിടെയാണ്? ഒരു ലൈൻ പാരലൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാരലൽ ടു ദി ലൈൻ 3x minus 4y plus 2 equal to 0 എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആയിട്ട് വേറൊരു ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഫിഗർ വരെ? ഇപ്പൊ ഇങ്ങനെ ഒരു ലൈൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പാരലൽ ആയിട്ട് വേറൊരു ലൈൻ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഒരെണ്ണത്തിന് തന്നിട്ടുണ്ട്, എന്താണ്? L1-ൻ്റെത് തന്നിട്ടുണ്ട് 3x minus 4y plus 2 equal to 0 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് പാരലൽ ആയിട്ട് പോകുന്ന വേറൊരു ലൈൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ ലൈനിൽ വരുന്നത് എന്തായിരിക്കും? ആ ലൈനിൽ വരുന്ന ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും. പാരലൽ ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? അവിടെ മാറ്റം വരുന്നത് ആകെ C1-നും C2-നും മാത്രം അല്ലേ. C1 മാറി C2 ആയിട്ട് വരും, ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇക്വേഷൻ? 3x minus 4y വരെ അതുപോലെ വരും, പ്ലസ് ഒരു C equal to 0 എന്നായിരിക്കും L2-ന്റെ ഇക്വേഷൻ വരുന്നത് അല്ലെ. ഇക്വേഷൻ എന്തായിരിക്കും? 3x minus 4y plus C equal to 0. എന്ത് മാത്രം മാറി? ഈ +2 എന്നുള്ളതാണ് നമ്മുടെ C1, അത് മാറിയിട്ട് എന്തായി? പ്ലസ് C2-ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ C കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ആ C വാല്യൂ ആയിരിക്കും അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ C വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഇക്വേഷൻ ഓഫ് ലൈൻ പാരലൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ തന്നേക്കുന്നത്? 3x minus 4y plus 2 equal to 0 ആണെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്തെടുക്കാം? ഒരു സ്ലോപ്പ് എടുക്കാം അല്ലെ. 3x minus 4y plus 2 equal to 0 എന്നത് ഒരു ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ ലൈനിൽ നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റും? നമുക്കൊരു സ്ലോപ്പ് എടുക്കാം അല്ലെ. സ്ലോപ്പ് എങ്ങനെ എടുക്കാം? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കുക അല്ലെ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റുക. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റുക. അപ്പൊ മാറ്റുമ്പോൾ എന്തായിരിക്കും നമുക്ക് വരിക? y equal to mx plus c എന്നായിരിക്കും കിട്ടുന്നത്. y equals mx plus c എന്നുള്ള ഫോമിലേക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് എടുക്കാലോ. ഇവിടെ എന്തായിരിക്കും? ഇതിൽ നമുക്ക് എടുത്താല് -4y ഈക്വൽസ് ഇവിടുന്ന് അപ്പുറത്ത് പോകുമ്പോൾ 3 എന്തായി? -3x ആയി, -2 ആകും അല്ലെ. അങ്ങനെയെങ്കിൽ y എന്താകും? -3x -2 ഡിവൈഡഡ് ബൈ 4 ആകും. ആൻസർ എന്താകും? -3ഉം -4ഉം കൂടെ ആകുമ്പോഴത്തേക്ക് മൈനസും മൈനസും ക്യാൻസൽ ആയി. ബാക്കി എന്താണ്? 3/4x പ്ലസ് ഇവിടെ എന്തായിരിക്കും വരുന്നത്? 1/2 എന്ന് കിട്ടും അല്ലെ. 2/4നെ നമുക്ക് എന്തെഴുതാം? 1/2 എന്ന് എഴുതാം. സോ 3/4x പ്ലസ് 1/2 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. നമുക്ക് കിട്ടിയ ആൻസർ പക്ഷെ എന്താണ് നമുക്ക് വേണ്ടത്? y equal to mx plus c ഫോമിൽ എഴുതിയിട്ട് ആരെ എടുക്കാനാണ്? അവിടെ നിന്ന് നമുക്ക് വേണ്ടത് എന്തായിരുന്നു? നമുക്ക് m വാല്യൂവിനെയാണ് ആവശ്യമുള്ളത്. സോ നമ്മുടെ m എന്ന് പറയുന്നത് ആരായിരിക്കും? m എന്ന് പറയുന്നത് x-ന്റെ കൂടെ വരുന്ന കോഎഫിഷ്യന്റ് ആണ്. അത് എത്രയാണ്? 3/4 ആണ്. അപ്പൊ m എന്ന് പറയുന്നത് 3/4 കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പാസിംഗ് ത്രൂ ദ പോയിന്റ് -2,3. അതൊരു പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതെന്താണ്? -2,3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെയാണ് ഈ ഒരു ലൈൻ പാസ് ചെയ്ത് പോകുന്നത്. ഇത് എവിടെ കൂടെ പാസ് ചെയ്ത് പോയി? നമ്മളിവിടെ ആക്സിസ് കൺസിഡർ ചെയ്താൽ ആ ആക്സിസിൽ -2,3 എന്ന് പറയുന്നൊരു പോയിന്റിൽ കൂടെ ഇത് പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറയാം. അങ്ങനെയെങ്കിൽ അടുത്തതിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് ആവശ്യമുള്ളതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ അല്ലെ. നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈനിന്റെ ഫോം എഴുതിയിട്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ ഓഫ് ലൈൻ. ഇക്വേഷൻ ഓഫ് ലൈൻ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഇക്വേഷൻ ഓഫ് ലൈൻ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടേണ്ട വാല്യൂ എന്താണ്? y minus y0 equals m into x minus x0 എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചാൽ ഈ പോയിന്റും സ്ലോപ്പും കൂടെ വെച്ച് എന്ത് ചെയ്യാം? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? y minus y0 equals m into x minus x0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ നമ്മൾ പറയുന്നതാണ് ഒരു പോയിന്റും ഒരു സ്ലോപ്പും അല്ലെ. ഒരു പോയിന്റും ഒരു സ്ലോപ്പും ഉണ്ടെങ്കിൽ എന്താണത്? പോയിന്റ് സ്ലോപ്പ് അല്ലെ. പോയിന്റ് സ്ലോപ്പ് ഫോം ആണ്. നമ്മളൊരു പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരു പോയിന്റ് കൊണ്ട് ഒരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായി? y minus y0 equals m into x minus x0. അങ്ങനെയെങ്കിൽ ഇതിൽ വാല്യൂസ് കൊടുക്കാം. ഇവിടെ ആരാണ് x0 y0 എന്ന് പറയുന്നത്? x0 y0 എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് -2,3 ആണ്. പിന്നെ ആരാ വേണ്ടത്? എമ്മിനെ വേണം. സോ എം നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. 3/4 ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y minus y0 ആരാണ്? 3 ആണ്.
ഈക്വൽസ് എം എന്ന് പറയുന്നത് 3/4 ആണ്. 3/4 ഇൻറ്റു എക്സ് മൈനസ് 2 വരും അല്ലെ. എക്സ് മൈനസ് 2 ആൻസർ എന്ത് വരും? ഇവിടുന്ന് 4നെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. സോ 4y - 12 ഈക്വൽസ് 3x + 6 എന്ന് വരും അല്ലെ. 3x + 6 ആകും. 3 × 2 എന്താകും? 6 ആകും. അതുകൊണ്ട് ഇവിടെ പ്ലസ് ആയിരിക്കും വരുന്നത്, 2 മൈനസ് വന്നതുകൊണ്ട്. സോ ആൻസർ എന്തായി? 3x + 6 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിനെ വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഈ 3xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -3x + 4y - 12 - 6 = 0 എന്ന് കിട്ടും അല്ലെ. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയും വരെ ആയിരിക്കും കിട്ടുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളതാണ്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? വീണ്ടും ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യണം അല്ലെ. -3x + 4y -3x + 4y മൈനസ് ഇനി ആരാളെ -12ഉം -6ഉം അല്ലെ തമ്മിൽ ചെയ്താൽ എന്തായിരിക്കും? -18 = 0 എന്ന് കിട്ടും അല്ലെ. -18 = 0. ഇപ്പോഴും ഒരു വൃത്തിയായില്ല. അവിടെ എന്താണ്? -3x എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? മൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഒരു മൈനസ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തായി? 3x - 4y + 18 = 0 എന്നായിരിക്കും കിട്ടുന്നത്. എന്താണ്? 3x - 4y + 18 = 0. ഇതിൽ നോക്കിയേ, നമുക്ക് കിട്ടിയ ഇക്വേഷനിൽ 3x - 4y + 18 = 0 എന്ന് കിട്ടി. തന്നിരുന്ന ഇക്വേഷനിൽ എന്തായിരുന്നു? 3x - 4y + 2 = 0 എന്നായിരുന്നു അല്ലെ. 3x - 4x അല്ല 3x - 4y ആണ്. 3x - 4y + 2 = 0 എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരുന്നത് അല്ലെ. 3x - 4y + 2 = 0 എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മളോട് പറഞ്ഞിരുന്ന ഒരു കണ്ടീഷനാണ് പാരലൽ ആണെന്ന്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, പാരലൽ ആണെങ്കിൽ ഈ 3x - 4y + 18 എന്നുള്ളതും 3x - 4y + 2 എന്നുള്ളതിലും ആരൊക്കെ സെയിം ആണ്? 3x - 4y എന്ന് പറയുന്നത് സെയിം ആണ്. വിച്ച് മീൻസ് ax + by എന്നുള്ള ടേം മാറുന്നില്ല. ആര് മാത്രം ചേഞ്ച് ചെയ്തുള്ളൂ? ഇവിടെ നമ്മൾ എടുക്കുന്ന c വാല്യൂസ് അല്ലെ. 18ഉം 2ഉം രണ്ട് c വാല്യൂസിന് മാത്രമാണ് അവിടെ ഒരു ചേഞ്ച് വന്നുള്ളൂ. വേറെ ആർക്കും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ബാക്കി 3x - 4y എന്ന് പറയുന്ന ax + by എന്നുള്ള ടേംസ് അവിടെ സെയിം തന്നെയാണ്. കാരണം എന്താ? പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞു. പാരലൽ ലൈൻസ് ആകുമ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ രണ്ട് ലൈൻസ് കടന്നു പോകുമ്പോഴത്തേക്കും ആ രണ്ട് ലൈൻസിനും എന്തായിരിക്കും? സെയിം ആയിരിക്കും സ്ലോപ്പ് എന്ന് പറഞ്ഞു. സോ സെയിം സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല? അവിടെ നമുക്ക് കിട്ടിയതില് 3x - 4y എന്നുള്ളത് ചേഞ്ച് ചെയ്തില്ല. c മാത്രം വാല്യൂ ചേഞ്ച് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്താലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ perpendicular to the line x - 7y + 5 = 0 and having x intercept 3. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളോട് പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ. ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കണം. ഇനി അതിന്റെ കണ്ടീഷൻസ് എന്താന്ന് നോക്കി. പെർപെൻഡിക്കുലർ ടു ദി ലൈൻ. പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ എന്താ? ഒരു ലൈനെ വേറൊരു ലൈൻ വന്നിട്ട് 90 ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്തു. ഒന്നുകിൽ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? 90 ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്യും. ഇവിടെ എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലൈനിനെ. ടു ദ ലൈൻ എന്താണ്? x - 7y + 5 = 0. എന്താ നമ്മുടെ ഇക്വേഷൻ തന്നിരിക്കുന്നത്? x - 7y + 5 അല്ലെ. x - 7y + 5 = 0. ഇതാണ് ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നത്. ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈൻ കട്ട് ചെയ്ത് പോകുന്നതിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അത് കട്ട് ചെയ്യുന്നത് y ആക്സിസിൽ എത്രയാണ് ഇന്റർസെപ്റ്റ് പറഞ്ഞേക്കുന്നത്? x ആക്സിസിൽ ഇന്റർസെപ്റ്റ് 3യിലാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ നമ്മളൊരു ഫിഗർ വരച്ചാൽ എങ്ങനെ വരും? ഫിഗർ വരച്ചാൽ ഇതാണ് x, ഇതാണ് y. x ഇന്റർസെപ്റ്റ് 3 എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് എവിടെ ആയിരിക്കും? x ആക്സിസിൽ 3ഉം y വാല്യൂ 0ഉം ആയിട്ടൊരു പോയിന്റ് ആയിരിക്കും അല്ലെ. അതിപ്പോ കട്ട് ചെയ്ത് പോകുന്നത് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. സോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വൺ പറഞ്ഞ എന്തായിരുന്നു? പെർപെൻഡിക്കുലർ ആയിരുന്നു. പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് L1 എന്നും ഇതിനെ L2 എന്നും എടുക്കാം. ഇതിന്റെ ഇക്വേഷൻ എന്താണ്? x - 7y + 5 = 0 എന്നുള്ളതായിരുന്നു L1ന്റെ ഇക്വേഷൻ വരുന്നത്. ഫസ്റ്റ് ലൈൻ ആണ് ഏതാണ്? x - 7y + 5 = 0.
ഇനി സെക്കൻഡ് ലൈൻ എന്ത് ചെയ്യുന്നു? അതിനെ ഇന്റർസെക്ട് ചെയ്തു പോകുന്നു. എങ്ങനെ? പെർപെൻഡിക്കുലർ ആയിട്ട്. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടുന്നത് 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. സോ നമ്മുടെ പോയിന്റും കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് അറിയുന്ന കണ്ടീഷൻ എന്താണ്? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? m1 ഇൻറ്റു m2 എന്ന് പറയുന്നത് -1 ആണ് അല്ലെ. ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പും സെക്കൻഡ് ലൈനിന്റെ സ്ലോപ്പും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? -1 എന്ന് പറയുന്നൊരു ആൻസർ കിട്ടും അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയേ, ഒരെണ്ണത്തിന്റെ തന്നിട്ടുണ്ട് x-7y + 5 = 0 ആണെന്ന്. അങ്ങനെയെങ്കിൽ ഒരു സ്ലോപ്പ് നമുക്ക് കിട്ടുമല്ലോ, ഒരു സ്ലോപ്പ് കിട്ടും. ആ കിട്ടുന്ന സ്ലോപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം? m1നെ കൊണ്ടുവന്ന് ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് m2 കിട്ടും അല്ലെ. m2 എന്ന് പറയുന്നതായിരിക്കും എന്ത്? സെക്കൻഡ് ലൈനിന്റെ സ്ലോപ്പ്. ആ സെക്കൻഡ് ലൈനിന്റെ സ്ലോപ്പും കിട്ടി, ഒരു പോയിന്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് ഇക്വേഷൻ ഓഫ് ലൈൻ നമുക്ക് എഴുതാം അല്ലെ. പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് ഇക്വേഷൻ ഓഫ് ലൈൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നിന്ന് എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം വെച്ച് ചെയ്തിട്ട് y = mx + c നമ്മൾ എന്ത് ചെയ്യും? m വാല്യൂ അല്ലെ, m1 വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാലോ. ആദ്യം എന്താണ്? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ചെയ്യുക. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റുക. അപ്പൊ മാറ്റുമ്പോൾ എന്തായിരിക്കും വരുന്നത്? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് -7y എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ നിൽക്കും, റൈറ്റ് സൈഡിലേക്ക് എക്സും പോകും 5ഉം പോകും. സോ അവിടെ എന്തായി? ഇവർ രണ്ടുപേരും പ്ലസ് ആയിരുന്ന ആൾക്കാർ അപ്പുറത്ത് ചെന്നപ്പോൾ എന്തായി? മൈനസ് വാല്യൂസ് ആയി. ഇനി ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് y മാത്രമാണ്. സോ -x -5 ഡിവൈഡഡ് ബൈ -7 y എന്ത് കിട്ടും? +1/7 അല്ലെ. പ്ലസ് ആയിരിക്കും വരുന്നത്. കാരണം എന്താ? അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മൈനസും മൈനസും കൂടെ ക്യാൻസൽ ആകും. സോ y = 1/7x, ഇവിടെ +5ഉം കിട്ടി അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ m എന്താ കിട്ടിയത്? m എന്ന് പറയുന്ന വാല്യൂ കിട്ടിയിട്ടുള്ളത് നമുക്ക് 1/7 ആണ് അല്ലെ. ഇതല്ലേ 1/7 അല്ലേ നമുക്ക് m കിട്ടുന്നത്. നമ്മൾ സ്ലോപ്പ് ചെയ്തു വരുമ്പോൾ ഇതെന്താണ്? y = mx + c എന്നുള്ള ഫോമിലാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് നമ്മൾ ചെയ്തത്. അങ്ങനെയെങ്കിൽ m എന്താണ്? x എന്ന് പറയുന്ന ടേം ഏതാണോ അതിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും m എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? 1/7. ഇനി അറിയുന്ന ഇക്വേഷൻ ആണ് m1 × m2 = -1 എന്ന്. സോ എന്ത് ചെയ്യാം? ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? m2 കിട്ടും അല്ലെ. ഇവിടെ നമുക്ക് m1ന് പകരം 1/7 കൊടുക്കാം. അങ്ങനെയെങ്കിൽ m2 കിട്ടും =-1. Therefore m2 = -1 × 7 കിട്ടും. ആൻസർ -7 എന്ന് കിട്ടും. സോ m2 എന്ത് കിട്ടി? -7 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് അല്ലെ. നമുക്ക് ആവശ്യമുള്ളത് ഇക്വേഷൻ ഓഫ് ലൈൻ ആണ്. ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് ലൈൻ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു. സോ പെർപെൻഡിക്കുലർ ആണെങ്കിൽ രണ്ടാമത്തെ സ്ലോപ്പും കിട്ടി. പാസ് ചെയ്തു പോകുന്ന പോയിന്റ് നമ്മൾ പറഞ്ഞു 3,0 അല്ലെ. നമ്മളിവിടെ പറഞ്ഞു 3,0 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെ? എക്സ് ഇന്റർസെപ്റ്റ് 3 ആണ് ആ പാസ് ചെയ്ത് പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞത് കൊണ്ട് 3,0 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് വരുന്ന പോയിന്റ് എന്താണ്? പോയിന്റ് 3,0യും m എന്ന് പറയുന്നത് -7ഉം ആണെങ്കിൽ നമുക്ക് പറയാം പോയിന്റ് സ്ലോപ്പ് ഫോം അല്ലെ. പോയിന്റ് ഉണ്ട് സ്ലോപ്പും ഉണ്ടെങ്കിൽ ഏത് ഫോമിലേക്കാണ്? പോയിന്റ് സ്ലോപ്പ് ഫോമിലാണ് അല്ലെ. ബൈ പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ മാറ്റാം. മാറ്റുമ്പോൾ എങ്ങനെ വരും? ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്നതാണ്. ഇവിടെ എന്താണ്? y - y0. നമ്മുടെ ഇക്വേഷൻ എന്താണ്? y - y0 = m × x - x0 അല്ലെ. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തുണ്ട്? x0 y0 വാല്യൂസ് ഉണ്ട് അല്ലെ. x0 y0 വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സ്ലോപ്പ് m ഉണ്ട്. അങ്ങനെയെങ്കിൽ വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? y - y0ക്ക് പകരം എത്ര വരും? 0 = m-ന് പകരം -7. ഇനി എന്താ ഉള്ളത്? ഇൻറ്റു എക്സ് മൈനസ് അല്ലെ. ഇൻറ്റു എക്സ് മൈനസ് എത്രയാ ഉള്ളത്? x0 എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. ഇതിനെ ഇനി എന്ത് ചെയ്യുക? കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ചെയ്യുമ്പോൾ എന്തായി? y = -7x + 21 = 0 എന്ന് കിട്ടും അല്ലെ. y - 7x + 21. ഇനി ഇതിനെ ഒന്നും കൂടി ഒന്ന് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ എന്ത് വരും? 7x-നെയൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലെ. -7x ഇപ്പുറത്ത് വന്നപ്പോൾ 7x ആയി. +y - 21 = 0.
7x പ്ലസ് വൈ മൈനസ് 21 ഈക്വൽ ടു 0. ഇതായിരിക്കും ഫൈനൽ ആൻസർ കിട്ടുന്നത്. എന്താ നമ്മളോട് പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ? പെർപെൻഡിക്കുലർ ലൈൻ ഏതാണോ വരുന്നത് അതിന്റെ ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ഒരു പോയിന്റും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് വരുന്ന സ്ലോപ്പും കണ്ടുപിടിച്ചു. ഒരു പോയിന്റും സ്ലോപ്പും നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാന്നാ പറഞ്ഞത്? പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്തു? അത് വെച്ചിട്ട് ഇക്വേഷൻ എഴുതി അല്ലേ? ഇക്വേഷൻ എന്ത് കിട്ടി? 7x പ്ലസ് വൈ മൈനസ് 21 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? എക്സ് മൈനസ് 7y പ്ലസ് 5 ഈക്വൽ ടു 0 ആയിരുന്നു. അതിനെ mx പ്ലസ് c ഫോമിൽ മാറ്റി m എടുത്തു. m1 ആയിരുന്നത്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയുന്ന ഒരു കണ്ടീഷനാണ് m1 ഇൻറ്റു m2 ഈക്വൽ ടു -1 അല്ലെ? അതില് m1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? m2 വാല്യൂ കിട്ടി. ആ കിട്ടിയ m2നെയും പിന്നെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച പോയിന്റ് ഉണ്ടല്ലേ, പോയിന്റ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് കിട്ടിയത് നമുക്ക് എന്തായിരുന്നു? എക്സ് ഇന്റർസെപ്റ്റ് 3 ആയതുകൊണ്ട് അത് 3,0 എന്നുള്ള പോയിന്റ് ആണെന്ന് കിട്ടി. ആ രണ്ട് പോയിന്റ്സും കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ആ പോയിന്റും നമുക്ക് കിട്ടിയ m വാല്യൂയും കൂടെ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻ ഏത് ഫോമിലേക്ക്? ഒരു പോയിന്റും സ്ലോപ്പും ആയതുകൊണ്ട് പോയിന്റ് സ്ലോപ്പ് ഫോമിലേക്ക് മാറ്റി. അപ്പൊ y മൈനസ് y0 ഈക്വൽസ് m ഇൻറ്റു എക്സ് മൈനസ് x0 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫൈനൽ ആൻസർ 7x പ്ലസ് y മൈനസ് 21 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ആംഗിൾസ് ബിറ്റ്വീൻ ദ ലൈൻസ് √3x പ്ലസ് y ഈക്വൽ ടു 1 ആൻഡ് x പ്ലസ് √3y ഈക്വൽ ടു 1. ഇതെങ്ങനെയായിരിക്കും ചെയ്യുക? ക്വസ്റ്റ്യൻ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കാൻ നേരം എന്താ ചെയ്യേണ്ടത്? ഇതിൽ എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ആംഗിൾ കണ്ടുപിടിക്കുക. ആംഗിൾ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന ആംഗിൾ എന്താ? m ഈക്വൽസ് ടാൻ തീറ്റ എന്ന് പഠിക്കുന്നുണ്ട് അല്ലേ? m ഈക്വൽസ് ടാൻ തീറ്റ ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് വേണ്ടത്? തീറ്റയുടെ വാല്യൂ അല്ലേ? നമുക്ക് കിട്ടേണ്ടത് ആംഗിൾസ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഈ രണ്ട് ലൈൻസിന്റെ അടുക്കുള്ള ആംഗിൾ ആണ്. ആ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ലൈൻ തന്നിട്ടുണ്ട്, സെക്കൻഡ് ലൈനും തന്നിട്ടുണ്ട്. നമുക്ക് തീറ്റ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ അതിൽ എന്താ പഠിച്ചിട്ടുള്ളത്? ആംഗിളിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? നമുക്ക് ടാൻ തീറ്റ ഈക്വൽസ് m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2 എന്നൊരു ഇക്വേഷൻ അല്ലേ? അതിന് മോഡുലസ് എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത് പഠിച്ചത് അല്ലെ? m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2 പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ അത് ഇട്ട് കൊടുക്കാൻ ആരൊക്കെ വേണം? m1ഉം വേണം, m2ഉം വേണം. ആകെ തന്നിരിക്കുന്ന എന്താണ്? രണ്ട് ലൈൻസ് ആണ്. ഇങ്ങനെ രണ്ട് ലൈൻസ് തന്നാൽ അല്ലെങ്കിൽ ഒരു ലൈൻ തന്നാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? m1 m2. m1 എങ്ങനെ കിട്ടും? m1 കിട്ടാൻ ഇതിനെ നമുക്ക് L1 ആയിട്ടും ഇതിനെ L2 ആയിട്ടും എടുക്കാം. ഓക്കെ, L1ന് കറസ്പോണ്ടിങ് എപ്പോൾ ആര് കിട്ടും? m1 കിട്ടും. L2ന് കറസ്പോണ്ടിങ് ആരെ കിട്ടും? m2 കിട്ടും. അങ്ങനെയെങ്കിൽ m2ഉം m1ഉം ആകുമല്ലോ. സോ നമുക്കത് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ലൈൻ എടുക്കാം അല്ലെ? L1 എടുത്താൽ എന്ത് ചെയ്യുക? √3x പ്ലസ് y ഈക്വൽ ടു 1 ആയിരിക്കും. അതിൽ നിന്ന് m കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലെ? എന്താണ്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ കൂടെ നമ്മൾ ചെയ്ത കാര്യമാണ്. നമുക്ക് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം വെച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കണം. അതല്ലേ നമ്മുടെ m1. സോ നമുക്ക് എന്ത് ചെയ്യാം? y ഈക്വൽസ് 1 മൈനസ് √3x എന്ന് വരും അല്ലേ? 1 മൈനസ് √3x കുറച്ചും കൂടെ വൃത്തിക്ക് എഴുതിയാൽ മൈനസ് √3x പ്ലസ് 1 എന്ന് എഴുതാം. ഇതിനെ തിരിച്ചെഴുതി, അത്രേ ചെയ്തോളൂ. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മുടെ m1ന്റെ വാല്യൂ കിട്ടും. m1 എന്തായിരിക്കും? m1 എന്ന് പറയുന്നത് മൈനസ് √3 കിട്ടി. എങ്ങനെ കിട്ടി? നമ്മൾ ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പം നമുക്ക് കിട്ടിയതാണ് മൈനസ് √3 എന്നുള്ളത് അല്ലേ? ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് ആവശ്യമുള്ളതാണ് m2. m2 കിട്ടണമെങ്കിൽ ആരെ ആവശ്യമുണ്ട്? L2 വേണം അല്ലേ? L2നെ എടുക്കാം. L2നെ എടുത്താൽ എന്തായിരിക്കും? x പ്ലസ് √3y ഈക്വൽ ടു 1 ആയിരിക്കും. x പ്ലസ് √3y ഈക്വൽ ടു 1. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ തന്നെ എന്താ? y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോമിലേക്ക് മാറ്റണം അല്ലേ? അതാണ് നമ്മുടെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. അപ്പൊ ഇതിനെ മാറ്റുമ്പോൾ എങ്ങനെ വരും? √3y ഈക്വൽസ് 1 മൈനസ് x എന്ന് വരും. അങ്ങനെയെങ്കിൽ y എന്താകും? 1/√3 മൈനസ് x √3 എന്ന് വരും അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കി ഒന്നും കൂടെ വൃത്തിക്ക് എഴുതിയാൽ y ഈക്വൽസ് മൈനസ് 1/√3 x പ്ലസ് 1/√3 എന്ന് കിട്ടും. ഇവിടുന്ന് നമ്മൾ m എടുത്താൽ എന്തായിരിക്കും വരുന്നത്? m വാല്യൂ എന്ത് കിട്ടും?
എം എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നത് അല്ലെ, എം എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ്. സോ -1/√3 എന്നുള്ളതായിരിക്കും കിട്ടുന്ന ആൻസർ. എത്ര കിട്ടി? -1/√3 എന്നുള്ളതായിരിക്കും അപ്പൊ നമുക്ക് കിട്ടുന്ന M2 എന്ന് പറയുന്നത്. ഇവിടെ M1 കിട്ടിയെങ്കിൽ അടുത്ത എന്താണ്? M2 ആണ് കിട്ടിയത്. ഇനി നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? M1ഉം M2ഉം ഉണ്ടെങ്കിൽ ടാൻ തീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയാം. സോ ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. M2 - M1 എന്ന് എടുക്കണം അല്ലെ. സോ M2 - M1 എടുക്കാൻ എന്ത് ചെയ്യണം? M2 എന്ന് പറയുന്നത് -1/√3 ആണ്. മൈനസ് ഇവിടെ ആരാ ഉള്ളത്? -√3 അല്ലെ, -√3 ഡിവൈഡഡ് ബൈ 1 ഇവരെ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ, -√3 ഇൻറ്റു -1/√3 വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താകും? അടുത്ത സ്റ്റെപ്പിൽ അത് ചെയ്യുമ്പോൾ എന്തായി? -1 ഇവിടെ എന്തായിരിക്കും? ഒന്നുമില്ല. സോ -1 മൈനസ് എന്നുള്ളത് പ്ലസ് ആകും. സോ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. +3 ഡിവൈഡഡ് ബൈ √3 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇവിടെ താഴെ നോക്കി √3യും √3യും ക്യാൻസൽ ആകും. 1ഉം 1ഉം പോകും. പിന്നെ എന്താണ്? 1 + 1 മാത്രമായിരിക്കും ബാക്കി അല്ലേ. ഇനി അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക? മോഡുലസ് എടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ എന്തായി? -1 + 3 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. 2/√3 ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും കിട്ടുന്നത് അല്ലേ. ഇനി നോക്കിയേ, അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും മാറ്റാം അല്ലേ. 2/√3 എന്നുള്ളത് താഴെ വരും ഇൻറ്റു 1/2. ഈ 2 എന്താകും? 2/1 എന്നുള്ളത് മുകളിലേക്ക് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് മാറ്റിയാൽ അത് 1/2 എന്നാകും അല്ലേ. അപ്പൊ എന്തായി? 2ഉം 2ഉം ക്യാൻസൽ, 1/√3 എന്ന് കിട്ടും. ഇതെന്താണ് കിട്ടിയത്? ടാൻ തീറ്റയാണ് നമുക്ക് 1/√3 എന്ന് കിട്ടിയത് അല്ലേ. ടാൻ തീറ്റയാണ് 1/√3 എന്ന് കിട്ടിയത്. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? തീറ്റ വാല്യൂ വേണ്ടത് അല്ലെ. തീറ്റയുടെ ആംഗിളാണ് കിട്ടേണ്ടത്. സോ ആംഗിൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ടാനിന്റെ വാല്യൂ 1/3 കിട്ടുന്നത് എപ്പോഴെന്ന് നോക്കുക അല്ലെ. ടാനിന്റെ വാല്യൂ എപ്പോഴാണ് 1/3 കിട്ടുന്നത്? നമുക്കറിയാം 1/√3 ഉണ്ട്, 1 ഉണ്ട്, √3 ഉണ്ട്. അതിലെപ്പോഴാണ്? 30 ഡിഗ്രി ആംഗിൾ വരുമ്പോഴാണ് അല്ലേ. അപ്പൊ 30 ഡിഗ്രി ആയിരിക്കും നമ്മുടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ കിട്ടുന്നത്. എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്? ആകെ തന്നത് 2 ലൈൻസ് മാത്രമാണ്. ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആംഗിളിന്റെ ഇക്വേഷൻ നമുക്കറിയാം. മോഡുലസ് ഓഫ് M2 - M1 ഡിവൈഡഡ് ബൈ 1 + M1 M2 ആണെന്നറിയാം. അങ്ങനെയെങ്കിൽ M1ഉം M2ഉം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ സ്ലോപ്പ് ഫോം അല്ലെ, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എടുത്തു. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റി. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റിയപ്പോൾ എന്ത് കിട്ടി? ഒരു M1ഉം കിട്ടി, ഒരു M2ഉം കിട്ടി. ഈ കിട്ടിയ M1നെയും M2നെയും നമ്മൾ എന്ത് ചെയ്തു? ടാൻ തീറ്റയുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ നമുക്ക് 1/√3 എന്ന് കിട്ടി. അപ്പൊ 1/√3 കിട്ടിയപ്പോൾ അത് ടാൻ തീറ്റയാണ് കിട്ടിയത്. സോ ടാനിനൊരു ആംഗിൾ ഉണ്ട് 1/√3 വെച്ച് അല്ലേ. ആംഗിൾ എത്രയാന്നുള്ളത് ഓർത്തെടുത്തു. സോ നമുക്ക് ആൻസർ 30 ഡിഗ്രി എന്ന് കിട്ടി. അതായിരിക്കും എന്ത് നമുക്ക് കിട്ടുന്ന ആംഗിൾ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. The line through the points h, 3 and 4, 1 intersect the line 7x - 9y - 19 = 0 at right angle. Find the value of h. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യന് ചെറിയ ഡിഫറൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്താ ഡിഫറൻസ് എന്ന് പറയുന്നത്? തന്നിരിക്കുന്നതിനകത്ത് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. x1 y1 ആൻഡ് x2 y2 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. x1 തന്നിട്ടുണ്ട്, y1 x1 y1ഉം x2 y2ഉം തന്നിട്ടുണ്ട്. x1 y1 എന്ന് പറഞ്ഞാൽ ആരായി? x1 y1 എന്ന് പറയുന്നത് h, 3യും x2 y2 എന്ന് പറയുന്നത് ആരാണ്? തന്നിരിക്കുന്നത് 4, 1 എന്ന് പറയാം അല്ലേ. ഇത്രയും തന്നിട്ടുണ്ട്. ഇനി എന്താ തന്നിരിക്കുന്നത്? ഇന്റർസെക്ട് ദ ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾ. ഇന്റർസെക്ട് ദ ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? റൈറ്റ് ആംഗിൾ മീൻസ് 90 ഡിഗ്രി ആംഗിൾ പെർപെൻഡിക്കുലർ അല്ലേ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിയേ, പെർപെൻഡിക്കുലർ ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് വേണം? ഒരു M1ഉം വേണം, ഒരു M2ഉം വേണം അല്ലേ. അങ്ങനെയെങ്കിൽ M1 × M2 എന്ന് പറയുന്നത് -1 എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്യാൻ സമയമായി. അതുകൊണ്ടല്ലേ നമ്മളോട് അറ്റ് റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് ക്വസ്റ്റ്യനിൽ പറയുക. അപ്പൊ എന്താണ് ആവശ്യം അവിടെ? M1 × M2 = -1 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം. ഇനി നോക്കിയേ, ഇതിൽ തന്നിരിക്കുന്ന എന്താണ്? ഇന്റർസെക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു തന്നു. ഫൈൻഡ് ദ വാല്യൂ ഓഫ് h. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? hന്റെ വാല്യൂ ആണ് കിട്ടേണ്ടത് അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് 2 സ്ലോപ്പും കണ്ടുപിടിക്കാൻ പറ്റും. M1ഉം M2ഉം കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻസ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? x1 y1ഉം x2 y2ഉം തന്നാൽ നമുക്കൊരു വാല്യൂ M1 കണ്ടുപിടിക്കാം അല്ലെ. M1 എങ്ങനെയായിരിക്കും കിട്ടുന്നത്?
നമുക്ക് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒരു സ്ലോപ്പ് വാല്യൂ m1 കിട്ടും അല്ലേ? എന്തായിരിക്കും കിട്ടുന്നത്? ഇവിടെ നമുക്ക് y2 മൈനസ് y1 എന്നാ പറഞ്ഞത്. y2 എന്ന് പറയുന്ന 1 ആണ്, അപ്പോൾ y1 എന്ന് പറയുന്ന 3 ആണ്. സോ 1 മൈനസ് 3 കിട്ടും. ഇനി ഇവിടെ എന്താണ്? 4 മൈനസ് എച്ചും കിട്ടി അല്ലെ? x2 മൈനസ് x1. ഇതിനെ ഒന്നുകൂടെ മാറ്റി എഴുതിയാൽ എന്ത് വരും? മൈനസ് 2/4 മൈനസ് എച്ച് എന്ന് കിട്ടും അല്ലെ? ഇതാണ് ഫസ്റ്റ് വൺ. എന്താണ്? m1 കിട്ടി. ഇനി നമുക്ക് m2 കിട്ടും. m2 എങ്ങനെയാ കിട്ടുന്നത്? ലൈൻ തന്നിട്ടുണ്ട് അല്ലെ? ഏതാണ് ലൈൻ എന്നുള്ളത് തന്നിട്ടുണ്ടെങ്കിൽ ആ ലൈനിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? സ്ലോപ്പ് എടുക്കാം അല്ലെ? എങ്ങനെ? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റിയിട്ട് ഇവിടെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്തായി? ഇവിടെ നമുക്ക് m2 എടുക്കാൻ വേണ്ടിയിട്ട് 7x മൈനസ് 9y മൈനസ് 19 ഈക്വൽ ടു 0 ആണ്. അങ്ങനെയെങ്കിൽ എന്താണ്? മൈനസ് 9y മാത്രം ഇവിടെ നിർത്തുക, ബാക്കിയുള്ളവരെ എല്ലാം അപ്പുറത്ത് കൊണ്ടുപോകുക. മൈനസ് 7x പ്ലസ് 19 എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ y മതി. സോ മൈനസ് 7x ബൈ 9 പ്ലസ് 19/9 എന്ന് കിട്ടും അല്ലെ? മൈനസ് 9 ആണ്. സോ y എന്തായി? y എന്ന് പറയുന്നത് 7/9x പ്ലസ് അല്ലല്ലോ മൈനസ് ആകും, കാരണം ഇവിടെ പ്ലസും മൈനസും കൂടെ വരുന്നതുകൊണ്ട് മൈനസ് ആകും. മൈനസ് 19/9 എന്ന് കിട്ടും അല്ലെ? ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്തു വരുമ്പോൾ. എന്താ ചെയ്തത്? y ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് മാറ്റാൻ നമ്മൾ എടുത്തപ്പം 7x മൈനസ് 9y മൈനസ് 19 ഈക്വൽ ടു 0 ആയി. അതിൽ നിന്ന് മൈനസ് 9y എടുത്തപ്പോൾ എന്തായി? മൈനസ് 7x പ്ലസ് 19 ആയി. അതിൽ നിന്ന് y എടുത്തു, y വാല്യൂസ് എടുത്തപ്പോഴത്തേക്കും എന്തായി? മൈനസും മൈനസും ക്യാൻസലായി, ബാക്കി 7/9x ഉണ്ട്. ഇവിടെയും പ്ലസും മൈനസും മൈനസ് ആയി, 19/9 എന്ന് കിട്ടി. സോ നമ്മുടെ m2 വാല്യൂ എത്ര കിട്ടി? m2 വാല്യൂ നമുക്ക് കിട്ടി 7/9 എന്ന് കിട്ടി. m2 വാല്യൂ എന്ത് കിട്ടി? 7/9 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? m1 അറിയാം, m2 അറിയാമെങ്കിൽ ഈ ഒരു എഴുതി വെച്ച കണ്ടീഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. m1 എത്രയാണ് കിട്ടിയത്? മൈനസ് 2/4 മൈനസ് എച്ച് ഇൻറ്റു, ഇനി m2 എത്രയാണ്? 7/9 ആണ് അല്ലേ? 7/9 ആണ് ഈക്വൽ ടു -1. ഇത്രയായിരിക്കും നമ്മുടെ കണ്ടീഷൻസ് വരുന്നത് അല്ലേ? അത് നമ്മൾ എഴുതി അപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷനിൽ -2 × 7 ആൻസർ എന്ത് വരും? -14. ഇനി 4 മൈനസ് എച്ചിനെ 9 കൊണ്ട്, അപ്പോൾ 4നെ 9 കൊണ്ട് ചെയ്യുക, 36 കിട്ടും. -9h ഈക്വൽസ് -1. ഇനി എന്ത് ചെയ്യുക? ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ? അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആൻസർ എന്താകും? കൊണ്ടുപോകുമ്പോൾ നമുക്കിവിടെ -14 ഈക്വൽസ് -36 പ്ലസ് 9h എന്ന് വരും. കാരണം എന്താ? -1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, അതുകൊണ്ട് ഇവിടെ പ്ലസ് ആയിട്ടുള്ളതെല്ലാം മൈനസ് ആകും, മൈനസ് എല്ലാം പ്ലസ് ആകും അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? 9h മൈനസ് 36 പ്ലസ് 14 ഈക്വൽ ടു 0 എന്ന് എടുക്കാം. നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ മാറ്റി. ഇനി ഇവിടെ നോക്കിയേ, -36 പ്ലസ് എത്രയാണ്? 14 കിട്ടി. അപ്പൊ ആൻസർ എന്ത് വരും? -22 എന്ന് വരും. സോ -22 ഈക്വൽ ടു 0. അങ്ങനെയെങ്കിൽ h എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഈക്വൽസ് 22 ആകും. 9h ഈക്വൽസ് 22. h എന്ന് പറയുന്നത് 22/9 കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ വാല്യൂ ഓഫ് h. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ വാല്യൂ ഓഫ് h എന്നായിരുന്നു. സോ നമ്മൾ ചെയ്ത് വന്നിട്ട് m1 × m2 ഈക്വൽ ടു -1 എന്നുള്ള ഒരു കണ്ടീഷനിൽ, അത് എന്തുകൊണ്ടാണ് കണ്ടീഷൻ വന്നേ? അറ്റ് റൈറ്റ് ആംഗിൾ എന്നൊരു ഒറ്റ കാര്യമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ അതിൽ m1 × m2 ഈക്വൽ ടു -1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ എത്ര കിട്ടി? h ഈക്വൽസ് 22/9 എന്നുള്ളത് കിട്ടി. ഇതായിരിക്കും അടുത്തൊരു പ്രോബ്ലം. ചെറിയൊരു വ്യത്യാസമുള്ളൊരു പ്രോബ്ലം ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോബ്ലം ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ്. പ്രൂവ് ദാറ്റ് ദ ലൈൻ ത്രൂ ദ പോയിന്റ് x1 y1 ആൻഡ് parallel to the line ax plus by plus c equal to 0 is a into x minus x1 plus b into y minus y1 equal to 0 എന്നുള്ളത്. എന്താ ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യാനാ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രൂവ് ചെയ്യാൻ? എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് എന്താവണം? a into x minus x1 plus b into y minus y1 ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിയേ. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റ് എന്താണ്? പോയിന്റ് എന്ന് പറയുന്നത് x1, y1 എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഇനി ഇക്വേഷൻ ഏതോ ഒരു ലൈനിൽ പാരലൽ ആണ് അല്ലെ? പാരലൽ ആവുന്നത് ഏതിനാണ്? ax plus by plus c equal to 0 ആണ് അല്ലെ? ax plus by plus c equal to 0 ആണ്.
അങ്ങനെയെങ്കിൽ ഒരു പോയിന്റ് തന്നു, അടുത്ത നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ, ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. സോ അത് കണ്ടുപിടിക്കാൻ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അടുത്തത് എന്ത് വേണം, ഇക്വേഷൻ കിട്ടാന് പോയിന്റ് സ്ലോപ്പ് ഫോം ചെയ്യണമെങ്കിൽ ഒരു സ്ലോപ്പ് വേണം അല്ലേ. സോ സ്ലോപ്പ് കണ്ടുപിടിക്കാലോ. ഇവിടെ എന്ത് ചെയ്യണം, ബി വൈ ഈക്വൽസ് ഇവിടെ മൈനസ് എ എക്സ് മൈനസ് സി എന്ന് കിട്ടും. സോ വൈ എന്ന് പറയുന്നത് എന്താകും, മൈനസ് എ ബൈ ബി എക്സ് മൈനസ് സി ബൈ ബി എന്ന് കിട്ടും. ഇവിടെ അങ്ങനെയെങ്കിൽ ഏത് ഫോമിലായി, എം എക്സ് പ്ലസ് സി ആയില്ലേ, വൈ ഈക്വൽസ് എം എക്സ് പ്ലസ് സി ഫോമിലായി. സോ എം എന്ന് പറയുന്നത് എന്തായി, മൈനസ് എ ബൈ ബി എന്ന് കിട്ടി. അത്രയും കിട്ടിയാൽ ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് സ്ലോപ്പ് ഫോം അല്ലേ. നമ്മുടെ പോയിന്റ് സ്ലോപ്പ് ഫോം എടുക്കുക. പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് പോയിന്റ് കൊണ്ട് സ്ലോപ്പും കിട്ടി. സോ പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് നമ്മൾ അടുത്തത് ഇക്വേഷൻ എഴുതുകയാണ്. ഇക്വേഷൻ ഓഫ് ലൈൻ. ഇക്വേഷൻ ഓഫ് ലൈൻ എന്തായിരിക്കും വരുന്നത്, ഒരു പോയിന്റും ഒരു സ്ലോപ്പും ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ എന്തായിരിക്കും വരുന്നത്, ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് y മൈനസ് വൈ സീറോ ഈക്വൽസ് എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ അല്ലേ. ഈ ഒരു ഇക്വേഷനിലേക്കായിരിക്കും എത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി അല്ലേ. വൈ സീറോയും കിട്ടി, എക്സ് സീറോയും കിട്ടി. ഇപ്പം നമ്മൾ സി വാല്യൂ കണ്ടുപിടിച്ചു. സി അല്ലല്ലോ എം, സോറി എം കണ്ടുപിടിച്ചു. എം എന്ന് പറയുന്നത് എന്താണ്, മൈനസ് എ ബൈ ബി ആണ്. സോ മൈനസ് എ ബൈ ബിയും കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ മൈനസ് വൈ സീറോയ്ക്ക് പകരം എത്രയാണ്, വൈ 1 ആണ്. ഈക്വൽസ് എം എന്ന് പറഞ്ഞാൽ മൈനസ് എ ബൈ ബി ആണ്, എക്സ് മൈനസ് എക്സ് 1 ആണ് അല്ലെ. എക്സ് സീറോയ്ക്ക് പകരം എക്സ് 1 ആണ്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താലോ, ബി ഇൻറ്റു വൈ മൈനസ് വൈ 1 ഈക്വൽസ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലെ. ഈക്വൽ സൈഡിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. വൈ മൈനസ് വൈ 1 പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1 ഈക്വൽ ടു 0. എല്ലാ ഇക്വേഷൻസിലും നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് ആരാണ് വരുന്നത്, എക്സ് വാല്യൂസ് ആണ് വരുന്നത് അല്ലേ. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് എക്സിന്റെ ടേംസിനെ ഫസ്റ്റ് എഴുതാം. എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1 പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ 1 ഈക്വൽ ടു 0 എന്നെടുക്കാം അല്ലേ. നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കിയേ, നമ്മൾ പ്രൂവ് ചെയ്തു എന്താണ്, ആ ലൈൻ പാസ് ചെയ്തു പോകുന്ന പാരലൽ ആണെങ്കിൽ അവിടെ കിട്ടുന്ന എന്താന്നാ പറഞ്ഞത്, ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1 അല്ലെ, എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1 പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ 1 ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അത് നമ്മൾ ചെയ്തു അല്ലേ. പോയിന്റ് തന്നിട്ടുണ്ട്, എക്സ് 1 വൈ 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ. ഇനി തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, സ്ലോപ്പ് കണ്ടുപിടിച്ചു. എന്തിനാണ്, അടുത്തൊരു ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ച് കണ്ടുപിടിക്കാം. സോ പോയിന്റ് ഉണ്ടെങ്കിൽ എന്തുകൂടെ വേണം, ഒരു സ്ലോപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് വെച്ചിട്ട് പാരലൽ ആന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്തായിരിക്കും, പാരലൽ ആകുമ്പോഴത്തേക്കും m1 ഈക്വൽ ടു m2 എന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, രണ്ടാമത്തെ ഇക്വേഷനും നമുക്ക് ആ എം വാല്യൂ തന്നെ മതി. അതുകൊണ്ട് y മൈനസ് വൈ സീറോ ഈക്വൽസ് എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ എന്നുള്ള ഇക്വേഷനകത്തേക്ക് പോയിന്റ്സ് എല്ലാം അല്ലെ, വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് കിട്ടി, ബി ഇൻറ്റു വൈ മൈനസ് വൈ 1 എന്നും ഈക്വൽസ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1 ഇതെല്ലാം നമ്മൾ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് വന്നപ്പോൾ എന്തായി, എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1 പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് എന്താ നമുക്ക് കിട്ടിയത്, നമ്മൾ ഈ പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്തു. ഇതായിരുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്. ക്ലിയർ? ഓക്കെ, അടുത്തൊരു പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2,3 ആൻഡ് പാരലൽ ടു ദി ലൈൻ 3x മൈനസ് 4y പ്ലസ് 5 ഈക്വൽ ടു 0. അടുത്തൊരു പ്രോബ്ലം തന്നിരിക്കുന്നതിൽ എന്താണ്, പാരലൽ ആണെന്ന് പറഞ്ഞു അല്ലെ, പാരലൽ ലൈൻ ആണെന്ന് പറയുന്നുണ്ട്. ആ ലൈനിന്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കുന്നത്, അതിൽ പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് അല്ലെ, വേറൊരു ലൈനിന്റെ പോയിന്റും തന്നിട്ടുണ്ട് 2,3. അങ്ങനെയെങ്കിൽ പോയിന്റ് തന്നിരിക്കുന്നത് എന്താണ്, x0 y0 നമുക്ക് തന്നിട്ടുണ്ട്, 2,3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഓഫ് ലൈൻ, അതെന്ന് പറയുന്നത് 3x മൈനസ് 4y പ്ലസ് 5 ഈക്വൽ ടു 0 ആണ്. നമുക്ക് വേണ്ടത് എന്താണ്, അടുത്ത ഇക്വേഷൻ ഓഫ് ലൈൻ ആണ്. ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ഇക്വേഷൻ തന്നാൽ അതിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ 3x മൈനസ് 4y പ്ലസ് 5 ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. സോ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് mx പ്ലസ് c എന്നുള്ള ഫോമിലേക്ക് മാറ്റണം അല്ലെ, y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോമിലേക്ക് മാറ്റണം. അങ്ങനെയെങ്കിൽ ഇത് എന്ത് ചെയ്യണം, നമുക്ക് മൈനസ് 4y ഈക്വൽസ് ഇവിടെ എന്താകും, 3x ഉം 5 ഉം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. അപ്പൊ എന്താകും,
മൈനസ് 3x മൈനസ് 5 എന്ന് കിട്ടും. സോ y എന്താകും? മൈനസ് 3x മൈനസ് 5 ഡിവൈഡഡ് ബൈ മൈനസ് 4 എന്നാകും. സോ y എന്ന് പറയുന്നത് 3/4x മൈനസ് 5/4. ഇവിടെ മൈനസും മൈനസും ക്യാൻസൽ ആയാലും എന്താകും? പ്ലസ് ആകും അല്ലേ? ഇനി നമ്മുടെ തന്നിരിക്കുന്ന ഈ ഒരു ഫോമിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഈ തന്നിരിക്കുന്നത് y ഈക്വൽ ടു mx പ്ലസ് c ആണെങ്കിൽ ഇതിൽ എന്താണ് m എന്ന് പറയുന്നത്? m എന്ന് പറയുന്നത് 3/4 ആണെന്ന് അറിയാം അല്ലേ? ഇവിടെ നമ്മുടെ പോയിന്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് m കിട്ടി 3/4. ഈ രണ്ട് വാല്യൂസും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത കേസിൽ നമുക്ക് ഒരു പോയിന്റും ഒരു സ്ലോപ്പും ആയതുകൊണ്ട് പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്യാം അല്ലേ? പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നത്? പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്താൽ ഒരു ഇക്വേഷൻ ആണ് വരുന്നത് അല്ലെ? ഇക്വേഷൻ ഓഫ് ലൈൻ എടുക്കാൻ പറ്റും. ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ y മൈനസ് y0 ഈക്വൽസ് m ഇൻറ്റു എക്സ് മൈനസ് x0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മുടെ എമ്മും കിട്ടി, y0യും x0യും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ? പുട്ട് ദ വാല്യൂസ് ഓഫ് x0, y0 ആൻഡ് m. ഇവിടെ എന്തായിരിക്കും? y മൈനസ് y0. y0 എന്ന് പറഞ്ഞാൽ എന്താണ്? 2,3 3 ആണ് വരുന്നത്. സോ y മൈനസ് 3 ഈക്വൽസ് m എന്ന് പറയുന്നത് എന്താണ്? 3/4 ആണ്. ഇനി എക്സ് മൈനസ് x0 വാല്യൂ തന്നിട്ടുണ്ട് 2 ആണ്. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് 2 എന്ന് കിട്ടും. ഇപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? 4നെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം. 4 ഇൻറ്റു y മൈനസ് 3 ഈക്വൽസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് കിട്ടും. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? 4y മൈനസ് 12 എന്ന് കിട്ടും. 4y മൈനസ് 12 ഈക്വൽസ് 3x മൈനസ് 6 എന്ന് കിട്ടും. ഇനി വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് 3xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ? അപ്പൊ എന്തായി? മൈനസ് 3x പ്ലസ് 4y മൈനസ് 12 പ്ലസ് 6 ഈക്വൽ ടു 0 അല്ലെ? മൈനസ് 6 ഇപ്പുറത്ത് വന്നപ്പോൾ എന്തായി? പ്ലസ് 6 ആകും. അങ്ങനെയെങ്കിൽ ഇനി നോക്കിയേ, ഇവിടെ ആൻസർ എന്ത് വരും? മൈനസ് 3x പ്ലസ് 4y മൈനസ് 6 ഈക്വൽ ടു 0. പക്ഷേ എഴുതി വെച്ച ഇക്വേഷനകത്ത് നോക്കിയേ, മൈനസ് 3x പ്ലസ് 4y മൈനസ് 6 ഈക്വൽ ടു 0 അല്ലേ? അതിൽ എക്സിന്റെ വാല്യൂ നമുക്ക് മൈനസ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു മൈനസ്, നമുക്കൊരു പ്ലസന്റ് ആയിട്ടുള്ള ഫീല് വന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ മൈനസ് മാറ്റാൻ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു? നമ്മൾ ആ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തായി? 3x മൈനസ് 4y പ്ലസ് 6 ഈക്വൽ ടു 0 അല്ലെ? പ്ലസ് എല്ലാം മൈനസ് ആയി, മൈനസ് വാല്യൂസ് എല്ലാം പ്ലസ് ആയി. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 3x മൈനസ് 4y പ്ലസ് 6 ഈക്വൽ ടു 0 കിട്ടി. നോക്കിയേ, നമുക്ക് തന്നിരുന്ന പാരലൽ ലൈനിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു അല്ലെ? ax പ്ലസ് by എന്ന് പറയുന്ന എല്ലായ്പ്പോഴും സെയിം ആണ് പാരലൽ ലൈൻസിന്റെ കേസിൽ. കാരണം സ്ലോപ്പ് രണ്ടിന്റെയും സെയിം ആണ്. മാറുന്ന ആര് മാത്രമാണ്? സി വാല്യൂസ് മാത്രം ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? സിയുടെ വാല്യൂസ് മാത്രം ചേഞ്ച് ചെയ്യും. ഇവിടെ നോക്കിയേ, 5ഉം ഇവിടെ 6ഉം അത് മാത്രമല്ലേ ചേഞ്ച് ഉള്ളൂ. ബാക്കി 3x മൈനസ് 4y എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് സ്ലോപ്പാണ്. ഒരു പോയിന്റും ഒരു സ്ലോപ്പും ഉണ്ടെങ്കിൽ എന്തായിരിക്കും? പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ എഴുതി ആ ഇക്വേഷനിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? സ്ലോപ്പ് പഠിച്ചു, അതുപോലെ ഫസ്റ്റ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുലയൊക്കെ ഡിസ്കസ് ചെയ്തു, സെക്ഷൻ ഫോർമുലയൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ ഓഫ് ലൈൻ ആണ്. ആ ഇക്വേഷൻ ഓഫ് ലൈനിനെ കണക്ട് ചെയ്ത് അടുത്ത കാര്യം എന്താ പഠിച്ചത്? ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ അല്ലെ? ഒരു ലൈനിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുമ്പോൾ വരുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അത് രണ്ട് ഇക്വേഷൻസും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ വെച്ച് കുറെ പ്രോബ്ലംസ് ചെയ്തു അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.